കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ക്യാഷുമായി എത്തിയ ഹരീഷിനെയും നിധിയെയും കൂട്ടി അവർ സ്റ്റേഷനകത്തേക്ക് കയറുമ്പോഴേക്കും ലോക്കപ്പിലിട്ടിരിക്കുന്ന സുധീഷിനെ കണ്ട് എന്തിനാണ് ലോക്കപ്പിലിട്ടിരിക്കുന്നത് എന്ന് സുഭാഷ് ഹരീഷിനോടായി ചോദിക്കേ, ഇനിയിപ്പോൾ അത് ചോദിക്കാൻ നിൽക്കണ്ട, വാ എന്ന് വിളിച്ച് തോമസ് ചേട്ടൻ അവരെ എസ്ഐയുടെ അരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തോമസ് ചേട്ടൻ സുഭാഷിനോട് ക്യാഷ് എടുക്കാനായി പറയുമ്പോഴേക്കും അവൻ ഹരീഷിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് തോമസ് ചേട്ടന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തോമസ് ചേട്ടൻ അത് എസ്ഐക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരനെ വിളിക്കുമ്പോഴേക്കും അയാൾ രജിസ്റ്ററുമായി അങ്ങോട്ടെത്തുകയാണ്. ഒരു ഫോർമാലിറ്റിക്കാ സൈൻ ചെയ്തേക്കുന്ന നവീനോടായി പറയുമ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞ നവീനും ആ രജിസ്റ്ററിൽ സൈൻ ചെയ്യുകയാണ്. പുറത്തു പോയി ആ ക്യാഷ് നവീനെ ഏൽപ്പിക്കാനായി തോമസ് ചേട്ടനോടായി സാർ പറയുന്നുണ്ട്. സൈൻ ചെയ്ത് കഴിഞ്ഞ് നവീനും എഴുന്നേറ്റ് അപ്പോൾ ശരി സാർ, ഞാൻ ഡാഡിയോട് പറയാം എന്ന് പറയുമ്പോൾ എന്നെപ്പറ്റി നല്ലത് പറയണേ എന്ന് സാറും പറയുകയാണ്. ഓക്കെ സാർ എന്ന് പറഞ്ഞ് നവീൻ പോകുമ്പോഴേക്കും തോമസ് ചേട്ടനും ക്യാഷ് കൊടുക്കാനായി അവന്റെ പുറകെ പോകുന്നുണ്ട്. എസ്ഐ അപ്പോഴേക്കും ഒരു പോലീസുകാരനെ വിളിച്ച് ലോക്കപ്പിൽ കിടക്കുന്ന സുധീഷിനെ ഇറക്കാനായി പറയുന്നുണ്ട്. അവനെ എസ്ഐയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഇങ്ങോട്ട് നീ നിൽക്കടാ എന്ന് പറയുന്നുണ്ട് എസ്ഐയും. അത് കേൾക്കെ അവനും എസ്ഐയുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും നീ വലിയ റൗഡിയാണോടാ, ആ ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ ഇട്ടേ എന്ന് പറയേ സുധീഷ് ദേഷ്യത്തോടെ സാറിനെ നോക്കുകയാ. എന്താടാ നോക്കുന്നേ, ബട്ടൺ ഇടാ എന്ന് സാർ വീണ്ടും ഒച്ചവയ്ക്ക് സുധീഷും ദേഷ്യത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി തന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുകയാ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ, എന്താടാ നിനക്ക് പിടിച്ചില്ലേ എന്ന് ചോദിച്ച് സാർ എഴുന്നേറ്റ് അവന്റെ കർണത്തടിക്കുകയാ. സുധീഷ് വീണ്ടും ദേഷ്യത്തോടെ സാറിനെ നോക്കി നിൽക്കെ കണ്ണു താഴ്ത്തടാ എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്. സാറേ വേണ്ട എന്ന് സുഭാഷ് ഉറക്കെ പറയുന്നുണ്ടെങ്കിലും ഐസ് ഡൗൺ എന്ന് സാറ് വീണ്ടും അലറുകയാണ്. സുധീഷും സാറിന് നേരെയുള്ള നോട്ടം പിൻവലിച്ച് മുഖം വെട്ടിത്തിരിക്കുമ്പോഴേക്കും അത് നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയപ്പോ ഞാൻ ഓങ്ങി വെച്ചതായിരുന്നു എന്ന് പറഞ്ഞ് വേറൊരു പോലീസുകാരനെ അങ്ങോട്ട് വിളിച്ച് ഒപ്പിടിക്കാനായി പറയുകയാണ്. സുധീഷും ദേഷ്യത്തോടെ സൈൻ ചെയ്ത് തീരുമ്പോഴേക്കും ഇനി ഞങ്ങൾക്ക് കൊണ്ടുപോകാലോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ആയിട്ടില്ലെന്ന് പറഞ്ഞ് നിന്റെ ലൈസൻസ് എവിടെടാ എന്ന് ചോദിക്കുന്നുണ്ട് സാറും. സുധീഷ് ഒന്നും മിണ്ടാതെ തുറച്ചു നോക്കി നിൽക്കെ ചോദിക്കുന്നത് കേട്ടില്ലേടാ എന്ന് സാർ പറയുമ്പോഴേക്കും തോമസ് ചേട്ടനും അങ്ങോട്ടെത്തുകയാണ്. അവൻ തന്റെ പേഴ്സിൽ നിന്ന് ലൈസൻസ് എടുത്തു കൊടുക്കുമ്പോഴേക്കും അതുമായി നോക്കിക്കൊണ്ട് ഇതിനി ഒരു മാസം ഇവിടെ ഇരിക്കട്ടെ, അതുവരെ നീ വണ്ടി തൊട്ടു പോകരുത്, എങ്ങനെ റോഡിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്ന് നീ പഠിക്കേ എന്ന് സാർ പറയെ തോമസ് ചേട്ടനും പറയുന്നുണ്ട്. സാർ അതവന്റെ ജീവിതമാണ് സാർ, വേറെ വരുമാനമൊന്നും ഇല്ലാത്തവനാണെന്ന്. അത് റോഡിൽ ആള് കളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഒരു മാസം പണിയില്ലാതാവുമ്പോൾ തനിയെ കാര്യം മനസ്സിലായിക്കോളും എന്ന് സാർ പറയേ സാർ എന്ന് തോമസ് ചേട്ടൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്ന സുധീഷിനെ ഒന്ന് നോക്കി ഈ നോട്ടമിനി നോക്കിയാ നിന്റെ നടുപിടിച്ച് ഞാൻ പറഞ്ഞു വിടും, ഇറങ്ങിപ്പോടാ എന്നൊച്ചവയ്ക്ക് സുഭാഷും പറയുന്നുണ്ട്. സാർ ഞങ്ങൾ പോയിക്കോളാം, ലൈസൻസ് ഒരു മാസം കഴിഞ്ഞു മതിയെന്ന്. ശരിയെന്ന് സാർ പറയെ വാടാന്ന് സുഭാഷ് വിളിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. തോമസ് ചേട്ടനും അവന്റെ അരികിലേക്ക് വന്ന് സുധീഷെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. സുഭാഷും സുധീഷിനെയും കൂട്ടരെയും വിളിച്ച് അവിടുന്ന് യാത്രയാവുകയാ. അവിടെ ഉമ്മറത്തെ കട്ടിലിൽ കിടന്ന് റേഡിയോയിൽ വെച്ച ഒരു ഇംഗ്ലീഷ് പാട്ടിനൊത്ത് പാട്ടുപാടിക്കൊണ്ടിരിക്കുക ഭാസ്കരൻ. ആ സമയത്താണ് ഒരു ഓട്ടോ വീട്ടിലേക്ക് വരുന്നത്. പുറകെ ഹരീഷ് ബൈക്കിലും. ഓട്ടോയിൽ നിന്ന് സുഭാഷും സുധീഷും നിധിയുമെല്ലാം ഇറങ്ങുമ്പോഴേക്കും സുധീഷ് പെട്ടെന്ന് ഉമ്മറത്തേക്ക് കയറി പോവുകയാ. അവനോടായി എന്തു പറ്റിയടാ, വാലിന് തീ പിടിച്ച പോലെയാണല്ലോ വരവ്, എന്താ എന്ന് അച്ഛനും എന്തു പറ്റിയെന്ന് ഉമ്മറത്ത് നിൽക്കുകയെന്ന് നികേഷൻ ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോവുകയാ. നികേഷും അവന്റെ പുറകെ ചെല്ലുമ്പോഴേക്കും ഉമ്മറത്തേക്ക് കയറുന്ന സുഭാഷിനോടായി എന്തു പറ്റി സുഭാഷേ, ഡാ കാര്യം പറയടാ എന്തു പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിലും സുഭാഷും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാ. പുറകെ കയറി വരുന്ന നിധിയോടും എന്തു പറ്റി മോളെ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവളും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവിടെ ഒരുത്തിനിരുന്ന് എന്താന്ന് ചോദിക്കുന്നു. എല്ലാരും ഒരക്ഷരം പോലും പറയാതെ പോവാ. ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഭാസ്കരനും തനിയെ പറയുന്നുണ്ട്. തണത്തിലെ കസേരയിലിരിക്കായിരുന്ന സുധീഷിനോട് സുധീഷേട്ടാ എന്താ പറ്റിയെന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന സുഭാഷ് ഏട്ടനും ഡാ സുധീഷേ എന്ന് വിളിച്ച് അവന്റെ തോളത്ത് കൈവയ്ക്കുന്നുണ്ടെങ്കിലും അവൻ അത് തട്ടി മാറ്റുകയാണ്. അപ്പോഴേക്കും ഹരീഷും നിധിയും അകത്തേക്ക് എത്തുന്നുണ്ട്. നികേഷ് അവന്റെ അരികിലുള്ള കസേരയിലേക്ക് ഇരുന്ന് എന്താ സുധീഷേട്ടാ പ്രശ്നം എന്ന് ചോദിക്കേ, നീ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ നികേഷേ എന്ന് ദേഷ്യത്തോടെ ഒച്ചവെക്കുന്നുണ്ട് സുധീഷും. സുഭാഷ് ഏട്ടൻ അപ്പോഴേക്കും ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്ന് ദാ ഈ വെള്ളം കുടിക്കുന്ന പറയുന്നുണ്ടെങ്കിലും കൊണ്ട് പോകുന്നുണ്ടോ അവിടെ നിന്ന് പറഞ്ഞ് അവൻ ആ ഗ്ലാസ് തട്ടി തെറിപ്പിക്കുക. ആ ശബ്ദം കേൾക്കെ കട്ടിലിൽ കിടക്കുകയായിരുന്ന അച്ഛനും പരിഭ്രമത്തോടെ എഴുന്നേറ്റിരിക്കുക. എന്തിനാ ഇവിടെ ഉള്ളവരോട് ചാടിക്കടിക്കണേ എന്ന് ഹരീഷ് ചോദിക്കെ, ഇരിയട അവിടെ അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും എന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സുധീഷും ഒച്ച വെക്കുകയാണ്. നികേഷും എഴുന്നേറ്റ് ഹരീഷേട്ടാ എന്താ ഉണ്ടായതെന്ന് ചോദിക്കേ, എടാ മര്യാദയ്ക്ക് നോക്കാണ്ട് വണ്ടി ഓടിച്ചിട്ട് SP യുടെ മകന്റെ ബൈക്കിന്റെ പിന്നിൽ വന്ന് കയറ്റി
പോലീസുകാരെ ലൈസൻസ് വാങ്ങിവെച്ചു, കാശും പോയി എന്ന് ഹരീഷ് പറയുന്നത് കേൾക്ക് ഞാൻ തെറ്റായിട്ട് വണ്ടി ഓടിക്കുന്നത് നീ കണ്ടോന്ന് അവനാണ് റോങ് സൈഡ് കയറി വന്നത്. അതിന് എന്നെ എന്തിനാ ഇങ്ങനെ അടിക്കണേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും സുഭാഷും സുധീഷിന്റെ കൈ പിടിച്ച് എടാ സുധീഷേ നീ അവിടെ ഇരുന്നേ എന്ന് പറയുന്നുണ്ടെങ്കിലും വീടെന്നെ എന്ന് പറഞ്ഞ് സുധീഷ് ആ കൈ തട്ടി മാറ്റി ദേഷ്യത്തോടെ ആ ചെയറിലേക്ക് ഇരിക്കുക. എടാ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യമെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് സുധീഷ് പറയേ. എന്ന് വെച്ചാ എന്ത് ചെയ്യുമെന്നാ? ആ ചെറുക്കൻ ആരാന്നറിയാലോ? SP-യുടെ മകനാ. അയാൾ പറഞ്ഞിട്ടാവും ആ ലൈസൻസ് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടാവുക. ഇനി എന്തെങ്കിലും ചെയ്യാൻ പോയിട്ട് ആ ലൈസൻസ് റദ്ദാക്കി കളയണോ എന്ന് ഹരീഷ് ചോദിക്കേ. എടാ അവൻ തെറ്റ് ചെയ്തേനെ ഞാൻ എന്തിനാണ് അടി വാങ്ങുന്നേ? SP-യുടെ മകനായതുകൊണ്ട് അവനെ എന്നെ എന്തും ചെയ്യാം. ഞാൻ വെറുതെ നിന്ന് ശിക്ഷ വാങ്ങിക്കണം അല്ലേ? കൊള്ളാലോ എന്ന് സുധീഷും ഒച്ച വയ്ക്കുക. എടാ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ പോയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ ഇഷ്യൂ ആവും. പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ എളുപ്പമാ എന്നൊക്കെ സുഭാഷേട്ടൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇത് വിടില്ലെന്ന് പറഞ്ഞാൽ വിടില്ല, നോക്കിക്കോ എന്ന് സുധീഷും ഉറപ്പിച്ചു പറയുക. ഹരീഷും ദേഷ്യത്തോടെ വെറുതെ കിടന്ന് ബഹളം വെക്കലേ, വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധയാ വേണ്ടത്, അതില്ലാതെ ഓരോന്നുണ്ടാക്കിയിട്ട് വെറുതെ ഞങ്ങളുടെ മുന്നിൽ കിടന്ന് എന്നവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സുധീഷ് എഴുന്നേറ്റ് അവന്റെ കരണത്തടിക്കുകയാ. എന്താടാ വേണ്ടത്? നിനക്ക് എന്താടാ വേണ്ടത്? കുറെ നേരമായി എന്ന് സുധീഷ് ഒച്ച വെക്കുമ്പോഴേക്കും സുഭാഷ് അവനെ പിടിച്ചു മാറ്റുകയാ. കലി തുള്ളി നിൽക്കുക ഞാൻ, അതിൻ്റെ ഇടയിൽ എന്നെ ഉപദേശിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും നികേഷും അവന്റെ അടുത്തുള്ള ചെയറിലേക്ക് ഇരുന്ന് ഏട്ടാ പോലീസുകാർ ഒരുപാട് തല്ലിയോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് മറുപടി ഒന്നും പറയാതെ ഇരിക്കുക. എടാ സുധീഷേ നീ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക് എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും ഏട്ടാ മിണ്ടാതിരിക്കേ, ഇപ്പൊ സംസാരിക്കാൻ നിൽക്കല്ലേ എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുക. നിധിയും പറയുന്നുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു, സിറ്റുവേഷൻ മനസ്സിലാക്കുക വേണ്ടതെന്ന്. എന്റെ മേലല്ല അതിന് തെറ്റ് എന്ന് സുധീഷും ഒച്ച വയ്ക്കുമ്പോഴേക്കും ശരി വിട്ടേക്ക്, തെറ്റ് നമ്മുടേതല്ലെന്ന് പറഞ്ഞ് പോലീസുമായിട്ട് അടിയുണ്ടാക്കാൻ പറ്റുമോ? നടന്നതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ലൈസൻസ് വേണമെങ്കിൽ ഇത്തിരി വേഗം തിരിച്ചു കിട്ടുമെന്ന് നോക്കാം, അതും സമാധാനത്തോടെ വേണം ശ്രമിക്കാനെന്ന് നിധി പറയുന്നുണ്ട്. സുധീഷും ദേഷ്യത്തോടെ ഇനി 1 മാസത്തേക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, അത് ഓർക്കുമ്പോഴാ സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയേ. അക്കാര്യമെല്ലാം ആലോചിക്കാമെന്നേ, തൽക്കാലം ഒന്ന് സമാധാനിക്കേ എന്ന് നിധി അവനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് സുധീഷും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. റൂമിലെത്തിയവൻ കട്ടിലിൽ ദേഷ്യത്തോടെ ഇരിക്കുകയാ. നികേഷും എഴുന്നേറ്റ് എന്താ ഇത് എടുത്തി എന്ന് ചോദിക്കേ. അത് വിട്ടേക്ക്, ഇപ്പൊ ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുക, എല്ലാം ശരിയാവും എന്ന് നിധിയും പറയുന്നുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പോലീസ് അടിച്ചില്ലേ, അതുകൊണ്ട് അവൻ ഇങ്ങനെ എന്ന് സുഭാഷ് പറയേ. എന്റേതും പോയതാ, പിന്നെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് മാത്രമാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. തിരിച്ചൊന്നും ചെയ്യാത്തത് നന്നായി, ഞാനേ ഒന്ന് കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അവിടുന്ന് പോവുകയാ. ദേഷ്യത്തോടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്ന സുധീഷും SIയും നവീനുമായുള്ള സംഭാഷണം ഓർത്തെടുക്കുകയാ. ഒരു തുക വാങ്ങി ക്ലോസ് ചെയ്താലോന്ന് SI ചോദിക്കുന്നതും അവന്റെ നക്കാപ്പിച്ച വാങ്ങി കേസ് തീർക്കാൻ ഡാഡി സമ്മതിക്കില്ലെന്ന് നവീൻ പറയുന്നതും നക്കാപ്പിച്ചയാക്കണ്ട, തരക്കേടില്ലാത്ത ഒരു തുക വാങ്ങാമെന്ന് SI പറയുന്നതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ കരണത്തടിച്ചതും എല്ലാം ഒക്കെ സുധീഷിനെ ദേഷ്യം ഇരച്ചു കയറുകയാ. അപ്പോഴാണ് അവൻ സംശയത്തോടെ എഴുന്നേറ്റ് മുകളിലെ റാക്കിൽ വെച്ച് തന്റെ ബാഗ് എടുത്ത് തുറന്നു നോക്കുന്നത്. അതിൽ ക്യാഷില്ലെന്ന് കണ്ട് അവൻ ദേഷ്യത്തോടെ ആ ബാഗുമായി തളത്തിലേക്ക് ചെന്ന് ഹരീഷിനോടായി ഡാ ഇതിൽ വെച്ചിരുന്ന കാശ് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. ആ പണം കൂടി കൂട്ടിച്ചേർത്തിട്ടാ ആ SP-യുടെ മകനെ 50,000 കൊടുത്തേ എന്ന് ഹരീഷ് പറയേ. ഇതിന്ന് എന്തിനാ എടുത്തേ എന്ന് സുധീഷും. അല്ലാതെ പിന്നെ ഇവിടെ നോട്ടടിക്കുന്ന മെഷീൻ ഉണ്ടോ ഇത്രയും പണം ഒപ്പിച്ചുണ്ടാക്കാൻ എന്ന് ഹരീഷും. അതുകൊണ്ട് എന്നോട് ചോദിക്കാതെ എന്റെ പണം എടുക്കാന്നാ എന്ന് സുധീഷ് ഒച്ചവയ്ക്കേ. ചേട്ടാ പോലീസ് എന്തുകൊണ്ടാ നിങ്ങളെ വിട്ടേന്ന് മനസ്സിലായില്ലേ? പണം കൊടുത്തോണ്ട് മാത്രമാണ് നിങ്ങളെ വിട്ടതെന്ന് ഹരീഷും പറയുന്നുണ്ട്. ഈ കാശെടുത്ത കാര്യം എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കേ. എടോ ഇപ്പൊ തന്നെയല്ലേ ഈ വീട്ടിലേക്ക് വന്നു കയറിയത്, അതിനുള്ളിൽ എല്ലാം പറയണോ എന്ന് ഹരീഷും. പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പറയേണ്ടതുപോലെ തന്നെ പറയണമായിരുന്നു എന്ന് സുധീഷ് ഒച്ചവെക്കുമ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വന്ന് എടാ വിവരം കെട്ടവന്മാരെ, അവന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അവൻ സത്യം ചെയ്തു പറഞ്ഞതല്ലേ, എന്നിട്ടും ഇത്രയും പണം കൊണ്ടുപോയി അവന്മാർക്ക് കൊടുക്കാൻ മാത്രം മണ്ടന്മാരായി പോയല്ലോടാ. എടാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് ഉറപ്പിച്ച് പറഞ്ഞ് നിൽക്കാൻ കഴിയണം. അതെങ്ങനെ ഒരുത്തനും നാക്കുവളച്ച് 4 വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ കഴിയില്ലല്ലോ. അതിനുള്ള അവസരം വന്ന 4 എണ്ണവും ബബ എന്നച്ചൻ പറയുന്നവർക്കെതിരെ സ്വന്തം കാര്യം നോക്കി അവിടെ എവിടെയെങ്കിലും പോയിരിക്കെ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്നോട് സംസാരിക്കുന്ന ഈ നാക്ക് പോലീസ് സ്റ്റേഷനിലെത്തി സംസാരിക്കുമ്പോ കോണം കൊടുക്കാൻ പോയോ? 50,000 രൂപ തരാം, പകരം സ്റ്റേഷനിൽ നിന്ന് അതിന്റെ റെസിപ്റ്റ് വേണമെന്ന് പറയണമായിരുന്നു. അപ്പൊ ഏമാമാരെ വിയർത്തേനെ. ഒരു ചില്ലി കാശ് കൊടുക്കാതെ ഇങ്ങിറങ്ങി പോരാമായിരുന്നല്ലോ. ഒരു ബൈക്ക് മുട്ടിയതിന് 50,000 രൂപ, ഇതെന്താടാ വെള്ളരിക്ക പട്ടണമോ? ഇന്ത്യയിൽ ഒരു ദിവസം ഇങ്ങനെയുള്ള 100 കണക്കിന് അപകടം നടക്കുന്നുണ്ട്. അവരൊക്കെ 1,00,000 രൂപ കൊടുത്തിട്ടാണോ കേസി നൂരി പോരുന്നേ എന്നച്ഛൻ ചോദിക്കേ. ഹരീഷേ എന്നോട് ചോദിക്കാതെ എന്റെ പണം എടുത്തത് എന്തിനാടാ? എടാ വാ തുറന്ന് പറയടാ, ആ കാശ് ഞാൻ എന്തിനാ വെച്ചിരുന്നേന്ന് അറിയോ? എന്തിനാ കാശ് എടുത്തെന്ന് സുധീഷ് ചോദിക്കേ.
അതെന്തിനെന്നറിയാലോ, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ അത് പോലീസുകാർക്ക് കൊടുത്തത്. പണം കൊടുത്താലേ പുറത്തു വിടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? അതും ചെലവാക്കാൻ സുഭാഷ് ഏട്ടൻ വേണോ? സ്വന്തം കാശ് അകത്ത് പൂഴ്ത്തി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാശ് കൊണ്ട് ഇയാൾ പുറത്തിറങ്ങണ്ട എന്ന് ഹരീഷും ഒച്ചവെക്കുകയാ. എന്നാടാ ഞാൻ മറ്റുള്ളവരുടെ കാശ് ഉപയോഗിച്ചിട്ടുള്ളത്? എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ എന്താടാ ചെലവാക്കിയിട്ടുള്ളത്? അല്ല, നിനക്ക് വേണ്ടി സുഭാഷ് ഏട്ടൻ ഒന്നും ചെയ്തു തന്നിട്ടില്ല. എന്റെ കാര്യം മാത്രം എന്തിനാ ഇങ്ങനെ എടുത്തു പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കെ. എടാ, അവൻ ചോദിക്കുന്നത് ശരിയല്ലേടാ. അവൻ എടുത്തു വെച്ചിരുന്നത് അവന്റെ കാശല്ലേ, അത് അവനോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാ എടുത്തേ? എന്നിട്ടത് കണ്ടവർക്ക് വിഴുങ്ങാൻ കൊടുത്തിരിക്കുന്നു. അവനത് ദണ്ണമുണ്ടാവില്ലേ? കാശ് എന്തുവാടാ, വെറുതെ കിട്ടോ എന്നച്ഛൻ ചോദിക്കേ. ദേ, നിങ്ങളോട് വായടയ്ക്കാനാ പറഞ്ഞത്, വേറെ സഹായമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ മിണ്ടിപ്പോവരുത് കേട്ടല്ലോ എന്ന് ഹരീഷും അച്ഛനോട് ഒച്ചവെക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും, ആദ്യം ഞാൻ ചോദിച്ചതിനെ മറുപടി പറയടാ. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന കാശായിരുന്നു അത്. അതെന്തിനാ എടുത്തെന്ന് ചോദിക്കേ. എടോ, പണം കൊടുത്തില്ലെങ്കിൽ ഇയാളുടെ പേരിൽ വരാൻ പോകുന്നത് ആക്സിഡന്റ് കേസ് മാത്രമല്ല, അതറിയാവോ, ജയിലിൽ പോകുമെന്ന് ഉറപ്പായിരുന്നു എന്ന് ഹരീഷ് പറയേ. എടാ, ഞാൻ പോകുമായിരുന്നടാ. അത് എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് എന്റെ കാശ് എന്നോട് ചോദിക്കാതെ എടുത്തു കൊടുക്കണമായിരുന്നോ? ഇങ്ങനെയാണ് പണം കൊടുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ തീരുമാനം അപ്പൊ തന്നെ മാറ്റിയേനെ. ഇപ്പൊ പണവും കൊടുത്തു, ലൈസൻസ് വാങ്ങി വെച്ചു. എടാ, പണം കൊടുത്തിട്ട് എന്തിനാടാ ലൈസൻസ് കൂടി കൊടുത്തിട്ട് വന്നത്? എടാ, നീ പൊട്ടനാണോണ്ട് നീ ആലോചിച്ചു നോക്കാനുള്ള ബുദ്ധിയില്ലേ മണ്ട എന്ന് സുധീഷ് ചോദിക്കേ. ദേ സുധീഷ് ഏട്ടാ, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഹരീഷും പറയുക. വണ്ടി മര്യാദയ്ക്ക് ഓടിച്ചിരുന്നെങ്കിലേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇയാൾക്ക് അഹങ്കാരടോ. വണ്ടി തട്ടിയപ്പോ തന്നെ അയാളോട് സോറിയും പറഞ്ഞ് സമാധാനിപ്പിച്ച് മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഇത് തീർന്നു പോയേനെ. SP മകനെ കൈവച്ച പിന്നെ അവര് വെറുതെ ഇരിക്കോ? എടോ, ആദ്യം ഇയാളുടെ എടുത്തുചാട്ടം ഒന്ന് സംസാരിക്കടോ, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഹരീഷ് പോവാൻ തുടങ്ങുന്നേരം സുധീഷ് അവന്റെ കോളറിൽ പിടിച്ചു നിർത്തി. എനിക്ക് എന്റെ പണം ഇപ്പൊ കിട്ടണം. നീയാണ് എടുത്തതെങ്കിൽ നീ തന്നെ അതെനിക്ക് തിരിച്ചു തരണം എന്ന് പറയേ. ശരി, ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണോ? എന്നാ വാ, സ്റ്റേഷനിൽ വന്നിട്ട് പറ, ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, എനിക്ക് എന്റെ 50,000 ഇപ്പൊ തിരിച്ചു വേണമെന്ന് എന്ന് ഹരീഷ് പറയേ. എടാ, ഞാൻ എന്തിനാണ് ജയിലിൽ പോയി കിടക്കുന്നേ? നീ എന്റെ പണം എടുത്തു കൊടുത്തിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണോന്ന് എന്ന് ചോദിച്ച് സുധീഷ് അവനിട്ടൊന്ന് കൊടുക്കുമ്പോഴേക്കും അവൻ നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാ. വീണ്ടും അവനെ പിടിച്ചു വലിച്ചെടുത്ത് പൊതിരെ തല്ലുന്നുണ്ട് സുധീഷ്. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞടിയാകുമ്പോഴേക്കും നികേഷും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അടി നിർത്തുന്നുണ്ടായിരുന്നില്ല. നിധിയും ആകെ ടെൻഷനോടെയും പരിഭ്രമത്തോടെയും ഒന്ന് നിർത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ വീണ്ടും അടികൂടുകയാ. ഒന്ന് പറയുന്ന കേൾക്ക് സുധീഷേ, ഒന്ന് നിർത്ത് സുധീഷേ എന്നൊക്കെ നിധി വിളിച്ചു പറയുന്നുണ്ട്. അവർ നിലത്ത് വീണ് ഉരുണ്ട് അടികൂടുമ്പോഴേക്കും ഒന്ന് നിർത്ത് എന്ന് നിധി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവർ നിർത്താൻ ഭാവമില്ലെന്ന് കണ്ട് നിധി അടുക്കളയിലേക്ക് പോയി 2 പ്ലേറ്റുമായി വന്ന് അത് തറയിലേക്ക് ദേഷ്യത്തോടെ വലിച്ചെറിയുക. ആ ശബ്ദം കേട്ട് അവർ അടി നിർത്തുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ പ്രശ്നമെന്ന്? തെറ്റ് ചെയ്തിട്ട് വീട്ടിലുള്ളവരുടെ മെക്കിട്ട് കയറാൻ വരുന്നു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉള്ളവര് വീട്ടിലിരിക്കണമായിരുന്നോ? എന്തൊക്കെയോ വകുപ്പുകൾ ചാത്തി നിങ്ങളെ പൂട്ടുമെന്ന് ആ ഇൻസ്പെക്ടർ പറഞ്ഞപ്പോ വീട്ടിൽ കണ്ട പൈസ മുഴുവൻ പെറുക്കിയെടുത്ത് ഹരീഷും സുഭാഷ് ഏട്ടനും ഓടി വന്നതാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ നീ ചോദിക്കേ. സുധീഷ് ഒന്നും മിണ്ടാതെ തലയും കുനി ചിരിപ്പാ. നിങ്ങളുടെ ബാഗിലുണ്ടായിരുന്ന 25,000 രൂപ അവരെടുത്തു. ബാക്കിയുള്ളത് അവരല്ലേ കൂട്ടിയത്, അതിന് കണക്കില്ലേ? ഇപ്പൊ പ്രശ്നമെല്ലാം തീർത്ത് വീട്ടിൽ സമാധാനമായി വന്നിരിക്കുന്നില്ലേ? കള്ള കേസിൽപ്പെടുത്തി ഉള്ളി തള്ളിയിരുന്നെങ്കിലോ? ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കേണ്ടത് വീട്ടിലുള്ളവരോടല്ല. കേട്ടല്ലോ, നിങ്ങൾ അകത്ത് പോയിരിക്കാനാ പറഞ്ഞത് എന്നവൾ സുധീഷ് നേരെ ഒച്ചവെക്കേ. നിലത്ത് കിടക്കുന്ന ഒരു പ്ലേറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് സുധീഷ് ദേഷ്യത്തോടെ റൂമിലേക്ക് പോവുകയാ. ഹരീഷും എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഹരീഷേ? സുധീഷിന് എന്ത് പറ്റിയാലും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഹരീഷാണെന്ന് എനിക്കറിയാം. അപ്പൊ ആ സ്നേഹം ഒന്ന് കാണിച്ചൂടെ? എന്തിനാ ഇങ്ങനെ ഒരു വാക്കിനെ 10 വാക്ക് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്? സമാധാനത്തോടെയും സ്നേഹത്തോടെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അതോ ഇങ്ങനെ വഴക്കിടുന്നതാണോ നിങ്ങളുടെ സ്നേഹം എന്നൊക്കെ നിധി ദേഷ്യത്തോടെ ചോദിക്കെ. ഹരീഷ് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാ. ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കായിരുന്ന അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് നിധി വീണ്ടും, കുട്ടികൾ തമ്മിൽ അടിയുണ്ടായാൽ അരുതെന്ന് വിലക്കി അവരെ പറഞ്ഞു വിടണം എന്ന് പറയേ. എന്നോടാണോ എന്ന് അച്ഛനും. പ്രശ്നം ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുകയല്ല വേണ്ടത്. അവര് മിണ്ടിയ വഴക്കുണ്ടാകുന്ന വിവരം അച്ഛൻ അറിയാവുന്നതല്ലേ? എന്നിട്ടും എന്തിനാ അവരെ ഇങ്ങനെ ചൂടാക്കി വിടുന്നേ? ഇനി ഈ വീട്ടിൽ വഴക്കുണ്ടായ അപ്പൊ കാണാം എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും കടയിലേക്ക് പോയ സുഭാഷ് ഏട്ടനും തിരിച്ചു വരുന്നുണ്ട്. ഉമ്മറത്തെ ടെൻഷനോടെ നിൽക്കുന്ന ഹരീഷിനെ കണ്ട്, എന്താടാ ഹരീഷേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഏയ് ഒന്നുമില്ല എന്നവൻ പറയേ. പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്ന് സുഭാഷ് ഏട്ടനും. ഒന്നുമില്ല ചേട്ടൻ ചെല്ലുന്ന ഹരീഷ് പറയെ. ഉമ്മറത്തെ കട്ടിലിൽ ടെൻഷനോടെ ഇരിക്കുന്ന അച്ഛനെന്ന് നോക്കിക്കൊണ്ട് സുഭാഷ് അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ തളത്തിൽ മറിഞ്ഞു വീണ് കിടക്കുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കുകയാ നിധിയും നികേഷും. സുഭാഷ് അങ്ങോട്ട് വന്ന്, എന്താടാ നികേഷേ, എന്താ പ്രശ്നം? നിധിയുടെ ശബ്ദം പുറത്തേക്ക് കേട്ടല്ലോ എന്ന് ചോദിക്കേ. വഴക്കു തന്നെ എന്ന് നികേഷ് പറയെ. വഴക്കോ എന്ന് സുഭാഷും. സുധീഷ് ഏട്ടൻ എടുത്തു വെച്ച ക്യാഷ് നിങ്ങളെടുത്ത് പോയില്ലേ, അതെന്തിനാ എടുത്തേന്ന് ചോദിച്ച് സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും എന്ന് നികേഷ് പറയുമ്പോഴേക്കും
സുധീഷ് അങ്ങോട്ട് വന്ന് അവര് കാശ് ചോദിച്ചാ അത് എന്നോട് പറയണ്ടേ, ഉടനെ പണമെടുത്തങ്ങ് കൊടുക്ക വേണ്ടേ എന്ന് ചോദിക്കേ, എടാ അത്രയും പണമുണ്ടാക്കാൻ വേറെ വഴിയില്ലായിരുന്നു, നിനക്ക് ആവശ്യമുള്ളപ്പോ സംഘടിപ്പിച്ച പോരെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് വന്ന് ഇല്ലാത്ത ക്യാഷ് നമ്മളായി സംഘടിപ്പിച്ച് പുറത്തിറക്കണ്ടായിരുന്നു സുഭാഷ് ഏട്ടാ, അങ്ങനെ തന്നെ വിട്ടാ മതിയായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ ഇനി നീ കിടന്ന് ചിലച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് അവന്റെ നേരെ ചെല്ലുമ്പോഴേക്കും ഹരീഷും അതിനെതിരെ ചെല്ലുമ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് നിധിയും ഉറക്കി വിളിച്ച് പറയുന്നുണ്ട്. അവർ പരസ്പരം പിന്മാറുമ്പോഴേക്കും എന്റെ മോളെ നീ ടെൻഷൻ ആവാതെ എന്ന് സുഭാഷും നിധിയോടായി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ സുധീഷിനോടായി എടാ എന്തിനാടാ ഈ കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ വഴക്കിടതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, നിനക്കൊക്കെ എവിടെ നാടാ ഇത്രയും ദേഷ്യം വരുന്നേ എന്ന് ചോദിച്ച് ഹരീഷിനോടായി ഹരീഷേ അവൻ പോലീസിന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിയ ലൈസൻസും അവിടെ കൊടുത്ത് വന്നിരിക്കുകയല്ലേ, എടാ നിനക്കെങ്കിലും കുറച്ച് സമാധാനത്തോടെ സംസാരിച്ചുകൂടെ, അവൻ ദേഷ്യപ്പെട്ട നീയും തിരിച്ച് ചൂടാവാൻ പോകുന്നത് എന്തിനാ, വീടിനകത്തിങ്ങനെ അടിച്ച് ബഹളമുണ്ടാക്കിയിട്ട് എന്താ നേടാൻ പോകുന്നത്, മുഖവും കയറ്റി പിടിച്ച് ഓരോ മൂലയിൽ പോയി ഇങ്ങനെ മിണ്ടാതിരിക്കണം അല്ലേ, എടാ അതിലെന്ത് സന്തോഷടാ ഉള്ളത്, സുധീഷേ നീ അല്ലേടാ നിധിയെ കൂട്ടിക്കൊണ്ട് വന്നത്, അവളെ ഇങ്ങനെ ഒച്ച വെപ്പിക്കണോ, നിങ്ങളുടെ വഴക്ക് തീർക്കലാണോ അവളുടെ പണി, എടാ ഇത്തിരിയെങ്കിലും സാമാന്യ ബോധം വേണം, എടാ ഈ വീട് വിട്ട് പോണെന്ന് നിധി പറയുമ്പോ ഇവിടെ നിൽക്കെന്ന് പറയുന്നതിൽ മാത്രം കാര്യമില്ല എന്ന് സുഭാഷേട്ടൻ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ സുഭാഷേട്ടനെ നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.